കണ്ണിണയ ഹായ് മൈലാഞ്ചി കൈവിരല മുഞ്ചുള്ള മാപ്പിള പാട്ടിന്റെ ഈണങ്ങൾ നെയ്തൊരു പട്ടുറുമാ തങ്കക്കിനാവുകളാണ് ഇഷ്ടൽ സംഗീതത്തിന്റെ നവ്യാനുഭവങ്ങളുമായി ഈ പാട്ടുകൊട്ടാരം ഉണരുകയാണ്. പട്ടുറുമാലിന്റെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ വ്യൂമാർട്സ് ഹെയർ ഫിക്സിംഗ്. പട്ടുറുമാലിന്റെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ജഡ്ജസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഫിറോസിക്ക, ജിഷ ചേച്ചി, നജീമിക്ക, നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര ടീം, മലബാർ TMT പട്ടുറുമാൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ TMT, സെലിബ്രേറ്റഡ് ബൈ ഗേറ്റ്വേ വ്യൂമാർട്സ് ഹെയർ ഫിക്സിംഗ്. ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടിലേക്ക് ചിരിച്ചുകൊണ്ടെത്തുന്നു മുഹമ്മദ് യാഷേഖ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാൽ കൂടി ഈ ഒരു റൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിരി യാഷിക്കിൻ്റെതാണ്. യാഷിക്ക് വെറുതെ നിന്ന് ചിരിച്ചാൽ മതി, ഞാൻ ചിരിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജഡ്ജസ് അങ്ങനെ ചിരിക്കൂലല്ലോ, നമുക്ക് പാട്ടൊക്കെ പാടണ്ടേ. അപ്പൊ ഈ റൗണ്ടിൽ ഏത് പാട്ടാ പാടാൻ പോകും? എനിക്ക് കേട്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താന്ന് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ കൂടെ പെർഫോം ചെയ്യാനായിട്ട് ആരൊക്കെ ഈ പ്രാവശ്യം? കഴിഞ്ഞ പ്രാവശ്യം തകർത്തൂലോ. എല്ലാവരും ഉണ്ട്, സർപ്രൈസ് ആണ്. അപ്പൊ നമുക്ക് ആ സർപ്രൈസ് കാണാം. വെയിറ്റ് ചെയ്യാൻ വയ്യ. പെർഫോമൻസിലേക്ക് പോവാം. ഓൾ ദി ബെസ്റ്റ്. തൂങ്ങി 50 സോപ്പിട്ട് വാങ്ങി, ആരാന്റെ ഊരമ തൂങ്ങി 50 സോപ്പിട്ട് വാങ്ങി, അങ്ങാടിയിലങ്ങും ഇറങ്ങി നടന്ന് തിന്നുന്ന കാക്ക, ഈ നാട്ടിൽ കാക്കനെ നാക്കിനാലുണ്ടായ തോക്ക് ഹലാക്ക. ആരാന്റെ ഊരമ തൂങ്ങി 50 സോപ്പിട്ട് വാങ്ങി, ആരാന്റെ ഊരമ തൂങ്ങി 50 സോപ്പിട്ട് വാങ്ങി, അങ്ങാടിയിലങ്ങും ഇറങ്ങി നടന്ന് തിന്നുന്ന കാക്ക, ഈ നാട്ടിൽ കാക്കനെ നാക്കിനാലുണ്ടായ തോക്ക് ഹലാക്ക. നട്ടാൽ പൊട്ടി മുളക്കുന്ന കള്ളം മുട്ടിന് മുട്ടിന് തട്ടും, വെട്ടും കുത്തും നടന്നാൽ പോലും ദുഷ്ടൻ കുലുങ്ങൂലട്ടും. നട്ടാൽ പൊട്ടി മുളക്കുന്ന കള്ളം മുട്ടിന് മുട്ടിന് തട്ടും, വെട്ടും കുത്തും നടന്നാൽ പോലും ദുഷ്ടൻ കുലുങ്ങൂലട്ടും. പൊട്ടും കൽബിന്റെ ശാപം കാക്കക്ക് കട്ടായം നാളെ കിട്ടും, പൊട്ടും കൽബിന്റെ ശാപം കാക്കക്ക് കട്ടായം നാളെ കിട്ടും, കട്ടായം നാളെ കിട്ടും. ആരാന്റെ ഊരമ തൂങ്ങി 50 സോപ്പിട്ട് വാങ്ങി, ആരാന്റെ ഊരമ തൂങ്ങി 50 സോപ്പിട്ട് വാങ്ങി, അങ്ങാടിയിലങ്ങും ഇറങ്ങി നടന്ന് തിന്നുന്ന കാക്ക, ഈ നാട്ടിൽ കാക്കനെ നാക്കിനാലുണ്ടായ തോക്ക് ഹലാക്ക. കാണാൻ ഏത് കൂട്ടരും നാട്ടിൽ വന്നാലും, പയ്യന്റെ കാര്യം തിരക്കുവാൻ പള്ളിയിലേക്ക് ഒന്നു ചെന്നാലും, പെണ്ണൊന്ന് കാണാൻ ഏത് കൂട്ടരും നാട്ടിൽ വന്നാലും, പയ്യന്റെ കാര്യം തിരക്കുവാൻ പള്ളിയിലേക്ക് ഒന്നു ചെന്നാലും, പാഞ്ഞത്തും 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 പാറയുമായിട്ട് പണ്ടറടങ്ങണ കാക്ക, പാഞ്ഞത്തും പാറയുമായിട്ട് പണ്ടറടങ്ങണ കാക്ക. പിന്നെ പറയാനില്ല ആര് വന്നാലും സംഗതി പോക്ക. ആരാന്റെ ഊരമ തൂങ്ങി 50 സോപ്പിട്ട് വാങ്ങി, ആരാന്റെ ഊരമ തൂങ്ങി 50 സോപ്പിട്ട് വാങ്ങി, അങ്ങാടിയിലങ്ങും ഇറങ്ങി നടന്ന് തിന്നുന്ന കാക്ക, ഈ നാട്ടിൽ കാക്കനെ നാക്കിനാലുണ്ടായ തോക്ക് ഹലാക്ക. കടലയും കട്ടൻ ചായം തട്ടി വരുന്നൊരു നേരത്ത്,
കടലയും കട്ടൻ ചായയും തട്ടി വരുന്നൊരു നേരത്ത് പെട്ടെന്നെത്തിയ ടിപ്പർ വണ്ടി തട്ടണ മൂപ്പര ദേഹത്തെ മുട്ടത്തലക്കൊരു പൊട്ട് നട്ടിളകിനുകാൽ മുട്ട് മുട്ടിൽ വീണ് കിടക്കണ കണ്ടാൽ തട്ടിപ്പോകണ മട്ട് മൂപ്പര് തട്ടിപ്പോകണ മട്ട് പണ്ട് കാക്ക വെറുപ്പിച്ച രണ്ടുപേരങ്ങോടിയെത്തി കണ്ടപാടെ വിളിപ്പിച്ചു വണ്ടി വേഗം കൊണ്ടു ചെന്നിട്ട് ആശുപത്രിയിൽ വേണ്ടതൊക്കെ ചെയ്ത നേരം ചുണ്ടനക്കി കാക്കയൊന്നു മിണ്ടി ആ ചുണ്ടനക്കി കാക്കയൊന്നു മിണ്ടി ഇപ്പറ് വന്നിട്ടിടിച്ചെന്നെ ഇപ്പറ് ബസ്സിൽ ചാതച്ചപ്പം ഒപ്പം വന്നവർ ഒപ്പിച്ചല്ലോ സൂത്രം എന്റെ 30,000 ഇപ്പന്മാർ തട്ടിയെടുത്തു സാറന്മാർ ഇപ്പോൾ മടിയിൽ കൊട്ടനുറുപ്പിക മാത്രം ഇപ്പോൾ മടിയിൽ കൊട്ടനുറുപ്പിക മാത്രം കൊടുക്കും ഞാനിതിനൊരു കേസ് പിടിക്കും നിങ്ങളെ പോലീസ് കൊടുക്കും ഞാനിതിനൊരു കേസ് പിടിക്കും നിങ്ങളെ പോലീസ് അടിച്ചവർ എഴുതിക്കും എടുക്കാത്ത പണം നിങ്ങൾ എടുത്തെന്നൊപ്പിട്ട കടലാസ് എടുത്തെന്നൊപ്പിട്ട കടലാസ് എടുത്തെന്നൊപ്പിട്ട കടലാസ് ഒടുക്കത്തെ കിടപ്പിലും മനുഷ്യനെ ഇടങ്ങേറി കൊടുക്കുവാൻ മടിക്കാത്തൊരു ബിലീസ് ഇത് ഒരിക്കലും പഠിക്കാത്ത പടുക്കൂസ് ഇത് ഒരിക്കലും പഠിക്കാത്ത പടുക്കൂസ് ആരാന്റെ ഊരമ തൂങ്ങി 50-100 സോപ്പിട്ട് വാങ്ങി ആരാന്റെ ഊരമ തൂങ്ങി 50-100 സോപ്പിട്ട് വാങ്ങി അങ്ങാടിലങ്ങും ഇറങ്ങി നടന്ന് തിന്നുന്ന കാക്ക ഈ നാട്ടിൽ കാക്കനെ നാക്കിനാലുണ്ടായ തൊക്കാലാക്ക ആരാന്റെ ഊരമ തൂങ്ങി 50-100 സോപ്പിട്ട് വാങ്ങി ആരാന്റെ ഊരമ തൂങ്ങി 50-100 സോപ്പിട്ട് വാങ്ങി അങ്ങാടിലങ്ങും ഇറങ്ങി നടന്ന് തിന്നുന്ന കാക്ക ഈ നാട്ടിൽ കാക്കനെ നാക്കിനാലുണ്ടായ തൊക്കാലാക്ക നട്ടാൽ കുത്തി മുളയ്ക്കുന്ന കള്ളം മുട്ടിന് മുട്ടിന് തട്ടും മുട്ടും കുത്തു നടന്നാൽ പോലും ദുഷ്ടൻ കൂലൊട്ടും നട്ടാൽ കുത്തി മുളയ്ക്കുന്ന കള്ളം മുട്ടിന് മുട്ടിന് തട്ടും വെട്ടും കുത്തു നടന്നാൽ പോലും ദുഷ്ടൻ കൂലൊട്ടും ഒട്ടും കൽവിന് ശാപം കാക്കക്ക് കട്ടാൻ നാളെ കിട്ടും ഒട്ടും കൽവിന് ശാപം കാക്കക്ക് കട്ടാൻ നാളെ കിട്ടും കട്ടായ നാളെ കിട്ടും ആരാന്റെ ഊരമ തൂങ്ങി 50-100 സോപ്പിട്ട് വാങ്ങി ആരാന്റെ ഊരമ തൂങ്ങി 50-100 സോപ്പിട്ട് വാങ്ങി നാടിലങ്ങും ഇറങ്ങി നടന്ന് തിന്നുന്ന കാക്ക ഈ നാട്ടിൽ കാക്കന നാക്കിനാലുണ്ടായ തൊക്കുഹലാക്ക ആരാന്റെ ഊരമ തൂങ്ങി 50-100 സോപ്പിട്ട് വാങ്ങി നാടിലങ്ങും ഇറങ്ങി നടന്ന് തിന്നുന്ന കാക്ക ഈ നാട്ടിൽ കാക്കന നാക്കിനാലുണ്ടായ തൊക്കുഹലാക്ക ഈ നാട്ടിൽ കാക്കന നാക്കിനാലുണ്ടായ തൊക്കുഹലാക്ക ഈ നാട്ടിൽ കാക്കന നാക്കിനാലുണ്ടായ തൊക്കുഹലാക്ക ഈ നാട്ടിൽ കാക്കന തൊക്കുഹലാക്ക യാഷിക്കേ കൊടുക്കുക എന്താണിത് ചക്കരെ ഇങ്ങനാണോ പെർഫോം ചെയ്ത് തകർത്തല്ലോ ഞാൻ ചിരിച്ചു മാത്രമല്ല എല്ലാവരെയും യാഷിക്ക് ചിരിപ്പിക്കുകയും ചെയ്തു രസിപ്പിക്കുകയും ചെയ്തു യാഷ് നല്ല പരിചയമുണ്ടല്ലോ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ആഹാ ഇത് യാഷിക്കിന്റെ ഉപ്പല്ലേ അപ്പൊ ഉപ്പ ഇപ്രാവശ്യവും വന്ന് തകർത്തു സ്റ്റേജിൽ സത്യം പറഞ്ഞ ഉപ്പയെ നോക്കണോ മോനെ നോക്കണോ എന്ന് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി എല്ലാവർക്കും എനിക്ക് മാത്രമല്ല വിശ്വാസം പെടട്ടെ ഓക്കെ യാഷിക്കെ അപ്പം ഞാൻ എന്താ പറയാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനിയിപ്പൊ നമുക്ക് ജഡ്ജസിലേക്ക് പോകാം നജിമിക്ക എന്തോന്ന് ജാക്കി ചാൻ എന്തോ ഡൈവിംഗ് ആയിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ ഇന്നത്തെ റൗണ്ടിന്റെ കലാശക്കൊട്ട് വെട്ടിക്കെട്ടായിരുന്നു എല്ലാം സൂപ്പർ പാട്ടും ആക്ഷനും ചാട്ടവും ഒന്നും പറയാനില്ല സ്പീച്ച്ലെസ് ഒന്നുമില്ല പറയാൻ അത്രയും ഗംഭീരായിരുന്നു പിന്നെ വാപ്പ ഇത്രയും മകന് വേണ്ടിയിട്ട് ഒരു എന്താണ് അത് വാപ്പയായിരുന്ന ഹൈലൈറ്റ് ഓവറോൾ സൂപ്പർ താങ്ക് യു നജിമിക്ക ഫിറോസിക്ക क्या बात है गंभीराണ് കേട്ടാ
ഒന്നും പറയാനില്ല. ഒരു കോമഡി റൗണ്ടിലെ പാട്ടെന്ന നിലയിൽ തകർത്ത് തരിപ്പണമാക്കി. ഉഷാറായി. പാട്ടിലേക്കൊന്നും പോകുന്നില്ല. പാട്ടിൻ്റെ എന്നാലും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളില്ലേ, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ആ പാട്ടിൽ നിന്ന് എടുക്കാവുന്ന ഇവിടെ അത് ഉണ്ടല്ലോ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ യാഷിക്ക് ഒരു മിസ്സിങ്ങും വരാതെ പാടുകയും ചെയ്തു. അതേതാ ഭാഗം യാഷിക്കിന് മനസ്സിലായി കാണും അല്ലേ? ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഭാഗം ഏതാണെന്ന് മനസ്സിലായി കാണും. അത് പാട്ടിൻ്റെ ഒരു വലിയ എലമെന്റ് ആണ്. അതുകൊണ്ട് അത് ഭംഗിയായിട്ട് പാടിയ ആ സ്ഥാനങ്ങളൊക്കെ ബാക്കി എല്ലാം കൊണ്ടുവന്നു മനോഹരമായിട്ട് പാടി കേട്ടോ. താങ്ക് യു ഫിറോസിക്ക. ജിഷ ചേച്ചി. യാഷിക് അസലായിട്ട് ചെയ്തിട്ടുണ്ട്. അമേസിങ് പെർഫോമൻസ്. ഞാനിങ്ങനെ യാഷിക്കിന്റെ ടങ് ട്വിസ്റ്റ് ആവുമോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ പിടിച്ചേക്കുമ്പോഴാണ് നമ്മൾ തന്നെ ഇവിടെ ട്വിസ്റ്റ് ആവുകയാണ്. ചാടി അത്ര എങ്ങനെയാ അത് അങ്ങനെയൊക്കെ ഡൈവ് ചെയ്യണേ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് സോങ് പാടുമ്പോൾ. പിന്നെ വാപ്പേനെ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഞെക്കി പിഴിഞ്ഞ് ചവിട്ടി കൂട്ടിയിട്ടുണ്ട്, അത്രയാക്കിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോ കാലൊക്കെ വലിച്ചു പറിച്ചുകൊണ്ട് പോകണ്ട. അബ്ദുറഹ്മാൻ മുണ്ടൂരി പോയിരിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ അയ്യോ ഇങ്ങനെ ഒരു വാപ്പേനെ ആട്ടിയിട്ട് കാണുക കേട്ടോ. വണ്ടർഫുൾ പെർഫോമൻസ്. ഇനി ഒട്ടും താമസിക്കാതെ തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് കീപ്പ് ചെയ്ത് യാഷിക്കിന്റെ മാർക്സിലേക്ക് പോകാം. നജിമിക്ക 28.5. ഫിറോസിക്ക ഒരു 37 പാട്ടിനും ചാട്ടത്തിനൊരു മാർക്കും 38. ജിഷ ചേച്ചി 28.5 out of 30. യാഷിക്കിന്റെ ടോട്ടൽ മാർക്സ് 95 out of 100. യാഷിക് 95. എന്താണ് ഇത്, ഇപ്രാവശ്യത്തെ ടോപ്പ് സ്കോർ ഒക്കെ അടിച്ചോണ്ട് പോവല്ലോ. ഇത്രയും മനോഹരമായ ഒരു പെർഫോമൻസിന് അത്രയും കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് അതിശയിക്കാനുള്ളൂ. അപ്പൊ യാഷിക്ക് ഉപ്പ ഷഫീർ അപ്പൊ എല്ലാവരുടെയും പെർഫോമൻസ് കലക്കി മനോഹരമായിരുന്നു. നല്ല മാർക്സും കിട്ടി. ഇനി നമ്മുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും കൂടിയുണ്ട് യാഷിക്കിന്. യാഷിക്കിന്റെ ഈ ഗിഫ്റ്റ് യാഷിക്കിനെക്കാട്ടിലും തകർപ്പൻ കലാകാരനായ ഉപ്പ കൊടുക്കുന്നതായിരിക്കും. യാഷിക്കിന്റെ ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിൻസ് പട്ടുപാവാട, മാർക്കറ്റ് റോഡ്, എറണാകുളം. മെഹബൂബ റൗണ്ടിലേക്ക് പെർഫോമൻസുമായി എത്തുന്നു ഷഫീഖ്. ഉമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടൊക്കെ റെഡി ആയിട്ട് കൊണ്ടുവന്നിരിക്കല്ലേ? അതെ അതെ. ഉമ്മ എവിടെ? ഉമ്മ വരാൻ പറ്റിയിട്ടില്ല. എന്ത് പറ്റി? എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു 2 ദിവസം മുന്നേ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവരെല്ലാരും അവിടെയാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കണം. ഞാനും അവിടെയായിരുന്നു. ഷൂട്ടിന് വേണ്ടി വന്നതാണ്. ഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ്. എല്ലാവരും ആഗ്രഹിച്ചതാണ് ഇങ്ങോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. എൻ്റെ അളിയനടക്കം ആഗ്രഹിച്ചാണ് ഒന്നിച്ച് വരാമെന്ന് വെച്ചാണ്. പക്ഷെ പുള്ളി ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. ഓടെ സാരമില്ല. അടുത്ത പ്രാവശ്യം എല്ലാവർക്കും സുഖമായി എല്ലാം ശരിയാവുമ്പോഴത്തേക്കും അടുത്ത ഷെഡ്യൂളിലാണെങ്കിലും കൊണ്ടുവരണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പം ഷഫീഖിന്റെ ഉമ്മയുടെ പേര് പറയൂ. മൈമൂന. ഉമ്മയോട് ഞാനിപ്പോ ചോദിക്കുകയാണ്, ഷഫീഖിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്ത് പറയൂ? നല്ലതേ പറയും. നല്ല കുട്ടിയാണ് ഷഫീഖ്. പട്ടുറുമാലിന്റെ കൂടെ കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം ഷഫീഖിനെ. അപ്പൊ ഷഫീഖ് നല്ല കുട്ടിയാണെന്ന് ഇവിടെയും എല്ലാരും പറയുള്ളൂ. പക്ഷേ ഷഫീഖ് ഉമ്മയെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഖൽബിൽ നിന്നുള്ള ആ വാക്കുകൾ എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. ഉമ്മ, അസ്സലാമു അലൈക്കും. എൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കുറച്ച് വാക്കുകൾ കൊണ്ട് തീരില്ല. അത്രയും അധികം പറയാനുണ്ട്. കാരണം വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് എന്നെ ഇതുവരെ എത്തിച്ചത് എൻ്റെ ഉമ്മ. വളരെയധികം എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുള്ളായി തന്നെ എൻ്റെ ഉമ്മ എന്നെ നന്നായിട്ട് നോക്കിയിരുന്നു. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ വളരെയധികം വിഷമം പിടിച്ചായിരുന്നു. വിഷമം എന്ന് വെച്ചാൽ വളരെ ഒരു ചെറിയ ഫാമിലിയിൽ നിന്നാണ് എൻ്റെ ഉമ്മ വന്നത്. അന്ന് മുതലേ അധികം പഠിക്കാൻ എൻ്റെ ഉമ്മാക്ക് സാധിച്ചിട്ടില്ല. കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു എൻ്റെ ഉമ്മാക്ക് അധികം. പിന്നെ അതിനുശേഷം എന്നെ പ്രസവിച്ചതിന് ശേഷവും എൻ്റെ ഉമ്മാക്ക്
കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു. എല്ലാം സഹിച്ച് എൻ്റെ ഉമ്മ എന്നെ ഒരു കുറവുകളും വരുത്താതെ തന്നെ നോക്കിയെന്ന് പറയാം. പിന്നെ എൻ്റെ പഠനകാലത്താണെങ്കിലും ശരി വളരെയധികം ജോലിക്ക് കഷ്ടപ്പെട്ട ജോലികൾ ചെയ്താണ് എന്നെ വളർത്തിയത്. ഇത് എനിക്കിപ്പോൾ ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് ഉമ്മ. ഒരുപാട് ചെയ്യണം എന്ന് എനിക്ക് ഇപ്പം ഉണ്ട്. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ എൻ്റെ ഉമ്മാനോട് ഞാൻ ഒരുപാട് വാക്കിലൂടെയും എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞാനിപ്പോൾ ഈ സമയം ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ, ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ, മാറോട് ചേർന്നെ പുൽകിയ മുലപ്പാലൂട്ടി എന്നെ വളർത്തിയ ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സുവർഗം, നന്ദിയോടെ ഓർത്തിടും ഞാൻ എൻ്റെ ഉമ്മയെ. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സുവർഗം, നന്ദിയോടെ ഓർത്തിടും ഞാൻ എൻ്റെ ഉമ്മയെ. മാറോട് ചേർത്തെന്നെ പുൽകിയ മുലപ്പാലൂട്ടി എന്നെ വളർത്തിയ ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ, ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ, ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ. എൻ്റെ ഉമ്മാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഈ മോന്റെ മുഖമൊന്ന് വാടിയെന്നാൽ എൻ്റെ ഉമ്മാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. ഉമ്മ 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 പൊന്നുമ്മ മുത്താണെന്നുമ്മ, ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ.
അമ്മതനയാമടിയിൽ ഒരു കുഞ്ഞിളം പൈതലായി ഞാൻ ഉറങ്ങും. ഉമ്മ 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 പൊന്നുമ്മ മുത്താണെന്നുമ്മ. ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ. മാറോട് ചേർത്തെന്നെ പുൽകിയ മുലപ്പാലൂട്ടി എന്നെ വളർത്തിയ ഉമ്മ പൊന്നുമ്മ. ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സുവർഗം. നന്ദിയോടെ ഓർത്തിടും ഞാൻ എൻ്റെ ഉമ്മയെ. ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് സുവർഗം. നന്ദിയോടെ ഓർത്തിടും ഞാൻ എൻ്റെ ഉമ്മയെ. താലോലം പാടിയുറക്കിയ മാറോട് ചേർത്തെന്നെ പുൽകിയ ഉമ്മ പൊന്നുമ്മ മുത്താണെന്നുമ്മ. എന്താ ഷഫീഖെ ഞാൻ പറയാ, ഈ ഒരു നിമിഷത്തില് ശരിക്കും ഷഫീഖിന്റെ ഉമ്മ ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. ഉറപ്പായിട്ട് ഒത്തിരി സന്തോഷം തോന്നിയേനെ. കാരണം അത്രയും മധുരമായി അത്രയും മനോഹരമായിട്ടാണ് ഷഫീഖ് പാടിയത്. ചില സമയത്ത് ഞാൻ വിചാരിച്ചു ഷഫീഖ് ശരിക്കും കരയും എന്നെനിക്ക് തോന്നി. പക്ഷേ ഷഫീഖ് വളരെ മനോഹരമായിട്ട് പാടി. ഇനി ഷഫീഖിന്റെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ഫിറോസിക്ക, ഉമ്മയ്ക്ക് വരാൻ കഴിഞ്ഞില്ല അല്ലേ? ഇതാ അപകടം പറഞ്ഞത് അളിയനാണ്. സുഖപ്പെട്ടു വരുന്നു അല്ലേ? ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് പല്ല് കംപ്ലീറ്റ് പോയിരുന്നു. ആലപ്പുഴ വെച്ചായിരുന്നു. ഞാനായിരുന്നു ഹോസ്പിറ്റലിൽ. പെട്ടെന്ന് ഷൂട്ടിന് വേണ്ടി പെട്ടെന്ന് വന്നതാ. ഷഫീഖ് നന്നായിട്ട് കേട്ടോ. കുറച്ച് ഒരുപാട് അക്ഷരങ്ങളുടെ ഒരുപാട് പെശകുകൾ തിരുത്താനുണ്ട്. ചൂടിനേക്കാൾ ഉപരി കുറേ സ്ഥലങ്ങൾ. ദളം എന്നൊക്കെ പറയുമ്പോൾ ഒരു ധ എന്തിനാ ഉച്ചരിക്കുന്നത്? അത് ഇപ്പം തിരുത്തപ്പെടും, ഇവിടെ വെച്ച് തിരുത്തപ്പെടും. അത് അങ്ങനെ അതെന്തിനാ ഷഫീഖ് അങ്ങനെ ഉച്ചരിക്കുന്നത്? എന്താ കാരണം? അറിയാതെ സംഭവിക്കരുത് ഒരിക്കലും. ഞാൻ ചിരിച്ചത് വേറൊന്നുമല്ല, അങ്ങനെ കുറേ ഉണ്ട്. ഞാനതിനൊരു എപ്പോഴും പറയാറുണ്ട്, ഞാൻ കമൻറ്റിലൊക്കെ ഒരു ഉഷാർ ഇരുന്നോട്ടെ പാട്ടിൽ നിന്ന് വെച്ചിട്ട് ഒരു കനം കൂട്ടുന്ന സ്വഭാവമുണ്ട് കുട്ടികൾക്ക്. ചെറിയ കുട്ടികൾക്കുണ്ട്, വലിയ കുട്ടികൾക്കുണ്ട്. പിന്നെ നല്ല പാട്ടുകൾ, നല്ല മെലഡികളൊക്കെ എടുത്ത് പഠിക്കുക കേട്ടോ. മറ്റു പാട്ടുകൾ, ഇതിലേക്കുള്ള പാട്ടുകൾ എടുത്ത് പഠിക്കുന്ന സ്വഭാവത്തിലുപരി, അത് കോമ്പറ്റീഷൻ വരുമ്പോൾ ചെയ്യുന്നതിലുപരി നല്ല പാട്ടുകൾ റഫീ സാബിൻ്റെ, പിന്നെ ഒരുപാട് നല്ല പാട്ട് ഞാൻ പറയുന്നില്ല, മുകേഷിൻ്റെ, അങ്ങനെയുള്ള പാട്ടുകൾ കേൾവിയും അത് തന്നെയാക്കണം. ഇപ്പോൾ കാറിലൊക്കെ കൂട്ടുകാരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വെറും നമ്മളൊരു പുതിയ CD കേൾക്കുക എന്നൊരു സ്വഭാവത്തിലേക്ക് മാത്രം കാര്യങ്ങൾ പോകരുത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരു എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാവൂല എന്ന് പാടുന്നതും പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ എന്ന് പാടുന്നതും വ്യത്യാസമുണ്ട് എന്ന് ആരും സമ്മതിക്കും. ഞാൻ ഉദാഹരണം 2 പാട്ടുകളെ പെട്ടെന്ന് മനസ്സിൽ വന്നത് പറഞ്ഞതാണ് അല്ലേ. ഒന്നിൽ നിന്ന് ഒരു കുട്ടി പാടിയാൽ ആ കുട്ടിയുടെ കഴിവെന്തെന്ന് തിരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസം അനുഭവപ്പെടും. അത്ര തന്നെ 2 വരി ഇപ്പുറത്ത് വേറൊരു പാട്ടിൽ പാടുമ്പോൾ അത് തിരിച്ചെടുക്കാൻ അത് മതി എന്നാണ്. അതാ മെലഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പാടുന്ന സംഗതികളെയാണ് മെലഡി എന്ന് പറയുക പാട്ടിൽ. താങ്ക് യു ഫിറോസിക്ക. ചേച്ചി നല്ല ഫീൽ ചെയ്ത് പാടി, നന്നായി തന്നെ പാടി. ചെറിയ ചെറിയ മിസ്റ്റേക്സ്, അതിൽ ഇടപ്പല്ലവി പാടിയപ്പം ലാസ്റ്റ് വന്നപ്പോൾ അങ്ങ് ശ്വാസം പോയി, ചെറുതായിട്ടൊന്ന് ബ്രീതിങ് കട്ടായിപ്പോയി. പിന്നെ ലാസ്റ്റ് പിന്നെയും പല്ലവി റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് വന്നപ്പോൾ ചുവട്ടിൽ കഴിഞ്ഞിട്ട് ബ്രീതിങ് കട്ടായി. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സാണ്. പിന്നെ എനിക്ക് തോന്നി താരാട്ട് പാടി തലോടുവാനായി അവിടെയൊക്കെ എൻ്റെ അങ്ങോട്ട് വന്നപ്പം ബ്രീതിങ് കിട്ടാനിട്ടാന്ന് തോന്നുന്നു. അതുകൊണ്ട് വന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്സേ ഉള്ളൂ. അതർവൈസ് യു സാങ് വെരി വെൽ. ബ്രദറിലോ സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജിഫി ചേച്ചി. നജിമിക്ക. ഷഫീഖിന്റെ മാനസികാവസ്ഥ അറിയാം. പിന്നെ പാട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ.
കാരണം അത് നമ്മൾ ഈ നെഗറ്റീവ് പറയുന്നതുകൊണ്ട് കാണുന്ന അത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ. ഒരു വേറൊരു രീതിയിൽ എടുക്കരുത്. കാരണം ഈ പറഞ്ഞാലൊക്കെ പറഞ്ഞാൽ കുറേ വാക്കുകൾ ഈ പന്നീർ ദളങ്ങളെന്നൊക്കെ തളങ്ങളെ ഇതായിപ്പോയി. പിന്നെ താളമൊക്കെ കുറേ സ്ഥലങ്ങളിൽ സ്ലിപ്പായി. പിന്നെ ഈ ലാൻഡിങ് നോട്ട്സ് ഉണ്ടല്ലോ, ഉമ്മ പൊന്നുമ്മ മായൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഷിവർ ചെയ്യുന്നുണ്ട്. ഉമ്മ പൊന്നുമ്മ ചെറിയതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡൈനാമിക്സ് കേൾക്കാനായിട്ടേ. പിന്നെ ഇതുപോലെ പിന്നെ 3 ഉമ്മാന്ന് വിളിക്കുന്നില്ലേ, അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതുപോലെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ്, അതൊക്കെ ചുവട്ടി പിന്നെ ലാണ്, അതൊക്കെ ബ്രേക്കായി പോയി പാടിയത്. അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് നല്ല മനസ്സൊക്കെ ശരിയാക്കി നല്ലവണ്ണം പെർഫോം ചെയ്യുക. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു നജീമിക്ക. ഇനി ഷഫീഖിന്റെ മാർക്സിലേക്ക് പോവാം. ഫിറോസിക്ക ഓൺ 40, 36. ജിഷ ചേച്ചി ഔട്ട് ഓഫ് 30, 26.5. നജീമിക്ക 26.5. ഷഫീഖിന്റെ ടോട്ടൽ മാർക്സ് 89 out of 100. ഷഫീഖെ നല്ല മാർക്സ് ആണ് എന്ന് ഞാൻ പറയില്ല, കാരണം ഇതിലും കൂടുതൽ എല്ലാവരും മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു റൗണ്ടും കൂടിയുണ്ട് ഈ ഒരു ഘട്ടത്തില്. അപ്പൊ അടുത്ത പ്രാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, ഉറപ്പായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യാം എന്ന് ഷഫീഖ് ഇവിടെ ഏറ്റിട്ടുണ്ട്. അപ്പൊ ഷഫീഖെ പ്രോമിസ് കീപ്പ് ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഷഫീഖിന് ഞാൻ ഒരു ഗിഫ്റ്റ് തരികയാണ്. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫോർ വിഷ് ബെറ്റ്സ്. അടുത്ത റൗണ്ട് ചിരിച്ചും ചിരിപ്പിച്ചും റൗണ്ടാണ്. ഈ റൗണ്ടിലേക്ക് എത്തുന്നു നിഷീദ. നിഷീദ ഇന്ന് ഭയങ്കര സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ. ഇന്ന് കുറച്ച് എക്സ്ട്രാ സുന്ദരിയാണല്ലോ. ഞാൻ കൂടെ നിൽക്കുന്നില്ല, എനിക്ക് വിഷമായി, ഞാൻ പോവാ. പെട്ടെന്ന് പറഞ്ഞു ഞാൻ സുന്ദരിയാണ്, അപ്പൊ ഞാൻ ഇവിടെ നിൽക്കും. പറയൂ പറയൂ. പറയില്ല. നിഷീദ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാൻ 8-10 കൊല്ലം ഗൾഫിൽ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആ പെർഫോമൻസും സിംഗറും എല്ലാം പുറത്തോട്ട് വരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കൊല്ലം ഗൾഫിൽ ജോലി കിട്ടിയതുമായി മടങ്ങിയാലേ കിട്ടിയോളും കുട്ടികളും മോദി വലിയ മട്ടിലൊരു വീടിനുള്ള പോതി തട്ടു രണ്ടു വേണമെന്നു തീർച്ച അല്ലിൽ കിട്ടുകില്ല വീടിനൊരു കാഴ്ച കേൾക്കുന്നത് തട്ടു രണ്ടു വേണമെന്നു തീർച്ച അല്ലിൽ കിട്ടുകില്ല വീടിനൊരു കാഴ്ച തൊട്ടടുത്ത വീട്ടിലെ കദീസ തൊട്ടടുത്ത വീട്ടിലെ കദീസ ഞെട്ടണമീ വീട് കണ്ട് നാശ 8-10 കൊല്ലം ഗൾഫിൽ ജോലി കിട്ടിയതുമായി മടങ്ങിയാലേ കിട്ടിയോളും കുട്ടികളും മോദി വലിയ മട്ടിലൊരു വീടിനുള്ള പോരേ കുറ്റിയടിച്ചു ഒട്ടുമോട് കണ്ടു കണ്ടതിലൊന്നു പിടിച്ചു ഓടുവീട് പാടി മാറ്റി കുറ്റിയടിച്ചു കെട്ടിയോൾക്ക് കെട്ടിയോനെ പിരിശമേറി കെട്ടിയോൾക്ക് കെട്ടിയോനെ പിരിശമേറി കുട്ടികൾക്ക് പാപ്പയോട് ഉപ്പ് കേറി കട്ടൻ ചായ ചോദിച്ചാലും കേട്ട ഭാവം നാട്ടിക്കാത്തോൾ പെട്ട
ചുണ്ടിൽ കൽവുയരത്തിൽ പാറേ ചിന്തിയല്ലോ ലക്ഷ്യമൊരുപാട് ചുണ്ടിൽ പൊന്തി വന്നു കൂറ്റനൊരു വീട് ബന്ധുക്കൾ ചോദ്യവുമായി വന്ന് എന്തിനാണ് 4 പേർക്കിതിന്ന് കണ്ണുകടിയാണ് രോഗമെന്നു വിധിച്ചു വെണ്ണയുക്ത മാർബിൾ തന്നെ ആലിപതിച്ചു കൺമതിലും കവാടവും കിട്ടിയപ്പോൾ ആലിക്കല്ലോ കൽവിൽ കിബറിൻ തിരമാലയടിച്ചു പണ്ടേ കണ്ടവരോട് മിണ്ടാനാലി മടിച്ചു കണ്ടവരോട് മിണ്ടാനാലി മടിച്ചു 4 മാസം കൊണ്ടു തീർത്തു ജോലി തീർന്ന നേരം കീശക്കാലേ വിറ്റുപോയി മഹർ കൊടുത്തു താലേ വിട്ടിടുന്നു നാടു വീട്ടുമാലേ വിശപ്പിനാൽ കണ്ണീരൊലിപ്പിച്ചു കെട്ടിയോൻ പോയി 10 നാളൊരു മട്ടിലൊപ്പിച്ചു കുട്ടികൾ വിശപ്പിനാൽ കണ്ണീരൊലിപ്പിച്ചു കിട്ടിമാർന്ന ഗൾഫിൽ മുപ്പർക്കില്ല ജോലി കിട്ടിമാർന്ന ഗൾഫിൽ മുപ്പർക്കില്ല ജോലി കെട്ടണം ക്ഷണത്തിൽ തന്നെയാലേ നിഷീദയെ പറ്റിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നിഷീദയുടെ എനർജിയാണ്. എന്തൊരു എനർജി ആ സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും. യൂഷ്വലി എല്ലാവരും പറയും പെൺപിള്ളേർക്ക് അത്ര എനർജി പോരാ, പക്ഷേ നിഷീദ അതൊക്കെ തിരുത്തിയില്ലേ, അട്ടിമറിച്ചു. അതൊക്കെ ഭംഗിയില്ല പറഞ്ഞ നന്നായി ചിരിച്ചിട്ടോ, ആ മനസ്സിനുണ്ട് നല്ല ഭംഗി, അത് മതി. എന്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒത്തിരി മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ജഡ്ജസ് ഈ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. നിഷീദ വളരെ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയായതുകൊണ്ട് നമ്മൾ നിഷീദയ്ക്ക് നല്ല ജഡ്ജ്മെന്റും മാർക്കും കൊടുക്കും. ജിഷ ചേച്ചി പറയൂ. ഹായ് നിഷിത, അസലായിട്ട് പാടി. ഇത്രയും വലിയ ലെങ്ത് ആയിട്ടുള്ള സോങ് അല്ലേ, ഇത് മുഴുവൻ കാണാതെ പഠിച്ച് ആ ബ്രീതിങ് ഒന്നും പോവാതെ പാടണ്ടേ. നന്നായിട്ട് പാടിട്ടോ. ചെറിയ ചെറിയ കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ എടുത്ത് പറയണില്ല. നന്നായി ചെയ്തു കേട്ടോ, അസലായിട്ട് ചെയ്തു. നിഷിത ബാപ്പു അവാർഡിന്റെ പാട്ട് അല്ലേ എഴുതി, പുതിയ വരികളാണല്ലേ. തുടക്കം തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കയാണോ എന്ന് കരുതി. ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ നല്ല വീട്ടിലൊരു വർത്താനം കാക്കേ ആണോന്ന് എനിക്ക് തോന്നി. പിന്നെ പാട്ട്, പിന്നെ മൈനർ മേജർ അങ്ങനെ കടന്നുപോയി കേട്ടോ. അപ്പോൾ ഗംഭീരമായി പാടിപ്പോളെ ഏട്ടാ. ഇത് കോമഡി ആയതുകൊണ്ടാണ് ഗംഭീരമായി, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമായിരുന്നു ചിലപ്പോട്ടാ. കോമഡി റൗണ്ട് ആയതുകൊണ്ട് മോൾ അതിൻ്റെ ഒരു ഇതൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. പട്രുമാലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് മറ്റ് റിയാലിറ്റി ഷോയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് ആണ്. കാരണം എന്താ പറയുക, എല്ലാവരും കൂടെ ഒരു ഐക്യമാണ് എനിക്ക് കാണാൻ പറ്റിയത്. കാരണം ഒരു പെർഫോമൻസ് റൗണ്ട് എടുക്കുവാണെങ്കിൽ അവിടെ എല്ലാ
കൂടെയുള്ള എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് നിന്ന് ഒരു സീറോ ഈഗോ, അതാണ് എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. അത് തന്നെ ആയിരിക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു വിജയം. പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എനർജറ്റിക് ആയിരുന്നു ഫുൾ ഓവറോൾ. പിന്നെ കുഴപ്പമൊന്നുമില്ല, ചെറിയ ചെറിയ പിച്ച് ഔട്ട്സ് അവിടെ ഉണ്ടായിരുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ ഓവറോൾ നന്നായിരുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു നജിംക. ഇനി നമുക്ക് നിഷീദയുടെ മാർക്സിലേക്ക് പോകാം. ജിഷു ചേച്ചി 27.5. ഫിറോസിക്ക? നിഷീദയ്ക്ക് ഞാൻ ഓൺ 40, 36.5. നജിംക? ഔട്ട് ഓഫ് 30, 26.5. നിഷീദയുടെ ടോട്ടൽ മാർക്സ് 90 ഔട്ട് ഓഫ് 100. നിഷീദ നല്ല മാർക്സ് ആണ്, പക്ഷേ എങ്കിൽ കൂടി നമുക്ക് കുറച്ചും കൂടെ നല്ല മാർക്സ് മേടിക്കാം അല്ലേ? പോകുന്നതിന് മുമ്പായിട്ട് നിഷീദയ്ക്ക് ഒരു ഗിഫ്റ്റും കൂടിയുണ്ട്. നിഷീദയുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്. ഇന്ന് മർഹബയിലെ പെർഫോമൻസുമായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജ് ജിഷ നവീൻ. Show